ഹായ് ഹലോ ഹാപ്പി സൺഡേ വെൽക്കം ശ്രീലു മൈ ലൈഫ് ജേണി. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ പെയ്യാൻ തുടങ്ങിയോ? ഇവിടെയൊക്കെ കുറച്ച് കുറച്ച് ഉണ്ട്. ഇപ്പോഴ് നല്ല ചൂട്. ഇപ്പോൾ രാവിലെ കുളിച്ചു. നിങ്ങളൊക്കെ കുളിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. എന്താണ് സൺഡേ ലഞ്ച് സ്പെഷ്യൽ? എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഇവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. മിക്കവാറും ഇന്ന് ചോറ് വെക്കാൻ സാധ്യത കുറവാണ്. ചിലപ്പോൾ ഒരു 1/2 ഗ്ലാസ് പച്ചരി വെക്കും. ഇത് ദോശമാവുണ്ട്, പഴമുണ്ട്, പഴുത്ത ചക്കയുണ്ട്, പഴുത്ത മാങ്ങയുണ്ട്, ഈ പൈനാപ്പിൾ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതൊന്നും മുറിക്കാൻ മടിയാണ്. ഇത് മുറിച്ചത് കുറച്ച് ഫ്രിഡ്ജിലുണ്ട്. അത് ഞാൻ എടുത്ത് തിന്നും. ഇനി വേണ്ടവർ മുറിച്ച് കഴിക്കുക. ഞാൻ എത്രയോ വർഷമായിട്ട്, ഒരു 35 വർഷമായിട്ട് ഓസിയിൽ ഭക്ഷണം കഴിക്കുന്ന ആളും, അതായത് ഒരാളാക്കിയത് ഓസിയിൽ കഴിക്കുന്ന ആളാണ്. ഞാനൊന്നും ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കാറില്ല. എൻ്റെ മക്കളെ നോക്കിയതും ഓസി, ഞാൻ ജീവിച്ചതും ഓസി, ഞാൻ ഫുഡ് കഴിക്കുന്നതും ഓസി. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഞാൻ വളർന്നതും ഓസി. നമ്മൾ എത്രയോ വയസ്സ് വരെ വളരുമല്ലോ, ഇതുമൊക്കെ ഓസി. ഇനി വളരൂല. മാനസികമായിട്ടൊന്നും ഓസിയല്ല, മാനസികമായിട്ടൊന്നും മുരടിച്ചിട്ടുമില്ല. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ചിലർ എന്നോട് ചോദിച്ചു, നിങ്ങളൊരു ടീച്ചറാണോ? നിങ്ങൾ എന്നാണ് ഇത് മനസ്സിൽ വെക്കുന്നതെന്ന്. എന്താ ഇങ്ങോട്ട് ചെയ്യുമ്പോൾ ഒന്നും ആർക്കും ഒരു സഹതാപം ഉണ്ടായിട്ടല്ലോ. തിരിച്ചും 101% അതന്നെ. നശിച്ചിട്ടും തളർന്നിട്ടും തലക്ക് മേലെ വണ്ടി കയറിയിട്ടും നശിച്ച് കാണാൻ വേണ്ടി ജീവിക്കുന്നതിന് ഉറച്ചു നിൽക്കുന്നു. ഒരു മാറ്റവും. ഇന്നലെ ഇട്ട വീഡിയോയിൽ ഉറച്ചു നിൽക്കുന്നു. കുറച്ചും കൂടി മിക്സിങ് കൂടുതലാണ്. സിമെൻറ്റ് 2:2:2 ഒന്നുമല്ല. സിമെൻറ്റ് കൂടിയിട്ടിങ്ങനെ ക്രാക്ക് വീണ് കിടക്കുമെന്ന്. ഒട്ടും കുറവില്ല കേട്ടല്ലോ. ഇനിയും അതേ നിലപാടിൽ ഒരു മാറ്റവും. അങ്ങനെ നിങ്ങൾ ധരിക്കുകയേ വേണ്ട. നിങ്ങൾ എന്ത് നെഗറ്റീവ് കൊണ്ടുവന്നാലും. ഞാൻ ഒരു അവശകാമുകൻ്റെ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ഞാനൊരു 7ാം ക്ലാസ് പഠിക്കുമ്പോഴൊക്കെ എൻ്റെ പുറകെ വന്നൊരു അവശകാമുകൻ ഉണ്ടായിരുന്നു. 7ാം ക്ലാസ്സിലാണ്. പിന്നെ അതായത് 12ാമത്തെ വയസ്സിലാണ് എൻ്റെ വീട്ടുകാരെയും എൻ്റെ ബന്ധുക്കളെയും എൻ്റെ നാട്ടുകാരുടെ മുന്നിൽ ഞാൻ അവിഹിതം തുടങ്ങിയത്. 12 വയസ്സുണ്ടാകുമ്പോൾ അവിടെ ഒരു അക്കാദമി ട്യൂട്ടോറിയൽ ഉണ്ടായിരുന്നു. അവിടുത്തെ ഒരു സാറ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരാൾ നിൻ്റെ വീട്ടിൻ്റെ അടുത്തില്ല മദ്യപിച്ചിട്ടൊരാൾ ഇങ്ങനെ നിന്നെ കാണണമെന്ന് പറഞ്ഞു വന്നു. അപ്പം നീ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ അയച്ചു എന്ന്. അതിനൊക്കെ ശേഷം എനിക്കിങ്ങനെ ഒറ്റയ്ക്ക് പോയി വരാനൊക്കെ പേടിയായിരുന്നു. ആ അവിഹിതം ഉള്ളത് കൊണ്ടാണ്, ആ അവിഹിതം ഉണ്ടെന്നായിരുന്നു എൻ്റെ നാട്ടുകാരും ബന്ധുക്കളൊക്കെ എനിക്ക് വെച്ച് കേട്ടത്. അപ്പം ഞാൻ 12ാമത്തെ വയസ്സിലാണ് അവിഹിതം തുടങ്ങിയത്. ആ അവിഹിതം എൻ്റെ മേലെ ആരോപിക്കാനിടയുണ്ടായ വ്യക്തി എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ തന്നെയുണ്ട്. അവൻ ഇപ്പോഴും കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും. കള്ളക്കേസ് കൊടുത്തിട്ടും കിട്ടോ തരുമോ വരുമോ ഇങ്ങനെ പലതരത്തിലും എറിഞ്ഞു നോക്കുമല്ലോ നമ്മളിപ്പോൾ ഒരു മീനിന് ചൂണ്ടിയിട്ട് കഴിഞ്ഞാൽ കെണിയോ പിന്നെയോ ആ നല്ല ചോറും നല്ല മീനും നല്ല കറിയോ വെയിറ്റ് ചെയ്യുക. ഒരിക്കലും ഇതുമാതിരി ഫ്രോഡുകളെ മനസ്സിന്ന് ഒരിക്കലും അത് പോവില്ല. കിട്ടാത്ത മുന്തിരിങ്ങ പുളിച്ച് തന്നെ ഇരിക്കുന്നുണ്ടാവും. പുളിച്ച് മുന്തിരി വൈനൊക്കെയായി. അതോ 10-30 വർഷം പഴകിയ വൈനായി. വൈൻ വൈകുന്തോറും ടേസ്റ്റ് കൂടുന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പം ടേസ്റ്റ് കൂടുതലായിട്ട് അങ്ങനെ കിടക്കുവാണ്. അപ്പോൾ
ഞാനായിട്ട് സംസാരിക്കുന്ന ഒരാളുടെ അടുത്ത് പറഞ്ഞയച്ചു, ഇനി ആ തെണ്ടി കിട്ടിയ പണോ അല്ലെങ്കിൽ കിട്ടിയ സ്വർണോ അല്ലെങ്കിൽ അവന് എന്തെങ്കിലും കളവാണോ നല്ലതാണെന്നൊന്നും അറിയില്ല. അപ്പം അത് എവിടെയെങ്കിലും പെണ്ണ് പിടിക്കാനോ വെള്ളടിക്കാനോ കൊണ്ട് കൊടുത്തിട്ട് എനിക്ക് കൊണ്ട് തന്നു എന്ന് പറയും. അതുകൊണ്ട് മുൻകൂർ ജാമ്യമായിട്ടൊരു വീഡിയോ ഇടുകയാണ്. അപ്പോൾ ആ 12 വയസ്സിൽ ആരായിട്ടാണോ അവിഹിതം തുടങ്ങിയത് ആ കിളവൻ ഒരാളോട് പറഞ്ഞയച്ചു. എനിക്കറിയുന്ന ഒരാണുങ്ങളോട്, എനിക്കറിയുന്നൊരു പുരുഷനോട് പറഞ്ഞയച്ചു 10 ലക്ഷം രൂപയും 10-15 ലക്ഷം രൂപ 10 പവൻ ഒക്കെ കയ്യിലുണ്ട് എന്ന് എന്നോട് പറയുന്ന പോലെ പറഞ്ഞയച്ചു ഒരാണുങ്ങളുടെ അടുത്ത്. അയാളിങ്ങനെ എന്തോ പാഷൻ ടോക്കിൽ ഒരു കാര്യമില്ല. അത് ഈ നാറിൻ്റെതൊന്നും ഞാൻ ജന്മത്തിൽ ചോദിക്കാനോ പറയാനോ, അങ്ങനെ ഒരു ശവം, ജീവനോടെയുള്ള ശവം ഈ നാട്ടിലുണ്ട് എന്നുള്ളത് എൻ്റെ വിഷയമൊന്നുമല്ല. അങ്ങനെ കുറേ ശവങ്ങളുണ്ട്, അതിലൊരു ശവം അതെൻ്റെ വിഷയമൊന്നുമല്ല. ഒന്നും അറിയാനാവാത്ത പ്രായത്തിൽ പോക്സോ പ്രതിയാണ് അവൻ. വായനശാലയിലും മറ്റ് നേതാക്കന്മാരെ കൂടിയൊക്കെ നടന്ന കസേര എടുത്ത് വെച്ചിട്ടും നടക്കാൻ പോയിട്ടും മുൻകൂർ ജാമ്യം എടുത്ത് നടക്കുന്നതാണ്. എൻ്റെ ഔദാര്യമാണ് അവൻ്റെ ജീവിതം. അവശ്യകാമുകൻ്റെ ജീവിതം എൻ്റെ ഔദാര്യമാണ്. അപ്പം ഇങ്ങനെ ഒരാണുങ്ങളടുത്ത് എന്നോട് മിണ്ടുന്ന, എന്നോട് സംസാരിക്കുന്ന ഒരാണുങ്ങൾ പ്രായമുണ്ട്, എന്തോ പറഞ്ഞിട്ട് നമ്മൾ തമ്മിൽ ഒരു പേഴ്സണൽ ടോക്സോ മറ്റുള്ളവരുടെ ടോക്സോ ഇല്ലാത്തൊരു വ്യക്തി. അത് എന്തോ ക്ലൈമറ്റോ ചൂടോ മാങ്ങയോ എന്തോ പറഞ്ഞതിൻ്റെ പിറകെ എന്നോട് പറയും, ഒരു കാരണമില്ലാതെ അയാൾ, നീ അറിഞ്ഞോ ഇങ്ങനെ ഇന്നാക്ക് ഇന്നതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ മൈൻഡാക്കിയിട്ടേ ഇല്ല, മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ. അപ്പം അത് പിന്നെ ഈ വെള്ളടിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് സാക്ഷി പറയാൻ ആളെ കിട്ടും. അവരെ കൂടെ എന്തിനും ആളെ കിട്ടി. വെള്ളടിക്കുന്നവർക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പം എന്നോട് പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞു, ഇത് ഞാൻ പറഞ്ഞു ഉത്തരം. പിന്നെ KK റെസിഡൻസി പോവാനും മൂകാംബികയിൽ പോവാനും വെള്ളടിക്കാനും കുറച്ച് നാളത്തേക്ക് അയാൾക്ക് ആളെ കൂട്ടാനായി. എന്നിട്ട് 35 വർഷമായിട്ട് ദ്രോഹിക്കുന്ന എനിക്ക് കൊണ്ട് തന്നു എന്ന് പറഞ്ഞോട്ടെ, അവൻ്റെ വീട്ടുകാരും നാട്ടുകാരെല്ലാം അങ്ങ് വിശ്വസിക്കും. അതിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇതിന് മുന്നേ 10 ലക്ഷം തന്നിട്ടുണ്ട്, അതിന് മുന്നേ 10 ലക്ഷം തന്നിട്ടുണ്ട്, അതിന് മുന്നേ 10 ലക്ഷം തന്നിട്ടുണ്ട്, അതിന് മുന്നേ 10 ലക്ഷം തന്നിട്ടുണ്ട്. അവശ്യകാമുകൻ ഓരോ മാസവും 10 ലക്ഷം തന്നിട്ടാണ് എന്നെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു 10 പവനും 10-15 ലക്ഷം രൂപയൊക്കെ തന്നോട്ടെ എന്ന് ഞാൻ അയാളോട് പറഞ്ഞു. അപ്പം അയാൾ ചിരിക്കുന്നു. അപ്പോൾ അതുപോലത്തെ ഒരു സംസ്കാരമില്ലേ, ഒരു കൾച്ചറില്ലാത്ത, കുറച്ച് എന്തെങ്കിലും ഒരു പൊടിക്ക് രാഷ്ട്രീയവും കുറച്ചൊരു ബാങ്ക് ബാലൻസും ഇല്ലേ, അവർക്ക് എന്തും ഇവിടെ ചെയ്യാം, എന്ത് തെമ്മാടിത്തരവും ചെയ്യാം. ഏതെങ്കിലും ഒരു വീട്ടിൽ ചോദിക്കാനും പറയാനും ആളില്ല, അല്ലെങ്കിൽ അവർക്ക് അച്ഛനോ ആങ്ങളമാരൊന്നും ഇല്ലെങ്കിൽ അവരെന്ത് വൃത്തികേടിനും നിൽക്കും. എനിക്കവളെ ഇഷ്ടമാണെന്ന് പറയാനും. ഏറ്റവും കോമഡി അതല്ല, ഇവനിങ്ങനെ ശല്യം ചെയ്ത സമയത്ത് എൻ്റെ കല്യാണം നിശ്ചയിച്ചു. അത് എനിക്ക് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്, അമ്മേൻ്റെ പിന്നെ ഏട്ടൻ, ഞാൻ പറഞ്ഞല്ലോ വിറ്റ ചാത്തൻ, ഈ വിറ്റ ചാത്തൻ പറഞ്ഞ പോലും കല്യാണം കഴിക്കാനായതുകൊണ്ട്, അതായത് ഒരാണുങ്ങളെ ആവശ്യമുള്ളത് കൊണ്ടാണ് കല്യാണം. ആ അവശ്യകാമുകന് 2 മക്കളുണ്ട്, അയാളെ കൂടെയൊക്കെ പോകുന്നു. അപ്പം കെട്ടിച്ചു വിട്ട ഭാരം തീരുന്ന് പറഞ്ഞു പോലും. അപ്പോൾ എന്താണെന്നറിയില്ല, അന്നേരം പിന്നെ സമ്മതം മൂളിനു എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ അടുത്ത് ആരൊന്നും ചോദിക്കുന്നു പറയുന്നൊന്നുമില്ല. ഇതൊക്കെ പിന്നെ അറിയുന്നു. എത്രയോ പ്രാവശ്യം എൻ്റെ അമ്മ എന്നെ മുഖത്ത് കുത്തിയിട്ടുണ്ട്. അവൻ്റെ പുറകെ പോയത് കൊണ്ടല്ലേ ചാരായം കൂടിന് കൊണ്ട് കൊടുത്തതെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും അറിയില്ല. പിന്നെ അവനൊക്കെ പൂത്ത് കിടക്കാനോ അരക്ക് താഴെ തളർന്ന് കിടക്കാനോ അവനൊക്കെ സ്ട്രോക്ക് വരാതെ പിന്നെ ഞാൻ അവനൊക്കെ പൂവിട്ട് പൂജിക്കണോ? 6ാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടീൻ്റെ വയ്യ പുറകെ
പിറകെ ആറാം ക്ലാസ്സിലോ 7ാം ക്ലാസ്സിലോ പിന്നെ പഠിക്കുന്ന കുട്ടീൻ്റെ പിറകെ വയ്യെന്ന് പറഞ്ഞാൽ നമ്മൾ വയ്യാന്നല്ല അതിൻ്റെ അർത്ഥം, പിറകെ പിന്നെ സൈക്കിൾ എടുത്തിട്ടും എന്നോടുള്ള പ്രണയം അറിയിക്കാൻ വേണ്ടി തല മൊട്ടയടിച്ചിട്ടും ഞാൻ എൻ്റെ അമ്മേൻ്റെ അനിയത്തിൻ്റെ അടുത്ത് താമസിക്കാൻ പോയവർ അവിടെ കത്തയച്ചിട്ട് അവർ വായിച്ച് ചിരിച്ചിട്ടും അങ്ങനെ ഒരുപാട് സംഭവം ഉണ്ടാക്കിയ ചെറ്റേനെയാണ് ഈ നാട്ടുകാർ 2 കൈയിലും വെച്ച് നടക്കുന്ന തെമ്മാടീന. അവനെ കൂരുവിലക്ക് ചെയ്യേണ്ടതാണ്. അവനൊക്കെ ഒരു ഈ ഗുണ്ട ലിസ്റ്റിൽ, അതായത് ക്രിമിനൽ ലിസ്റ്റിൽ പെടുത്തുമല്ലോ, അതിൻ്റെ വ്യക്തമായ പേര് എനിക്ക് പറയാനറിയില്ല, അങ്ങനത്തെ ലിസ്റ്റിൽ പെടുത്തിയിട്ട് നാട് കടത്തേണ്ട തെമ്മാടീനെയാണ് ഇവിടെ ഉള്ളവർ സംരക്ഷിക്കുന്നു. അറിയോ? ഇന്നാണെങ്കിൽ അവൻ്റെ കൊട്ടുണ്ടാവുമോ? ഞാൻ മതിയല്ലോ, വേറെ ആൾ സഹായമൊന്നും വേണ്ടല്ലോ. അവൻ കാരണമാണ് എന്നെ വിറ്റത് എന്നാണ് പറയുന്നത്. എന്നിട്ടോ എൻ്റെ കല്യാണം തീരുമാനിച്ച സമയത്ത് ഇവൻ എന്ത് ചെയ്തു എന്നറിയോ? ഇവനും ഈ നാട്ടിലുള്ള 1-2 മാന്യന്മാരും കൂടി കുരുമുളകിൻ്റെ ഇല, ഈ കുരുമുളകിൻ്റെ ഇല ഇങ്ങനെ എഴുതാൻ പറ്റുമെന്നൊക്കെ എനിക്കറിയില്ല. നിങ്ങളെ നാട്ടിലൊക്കെ കുരുമുളകിൻ്റെ ഇലയോണ്ട് എഴുതുമെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ വീട് പെയിൻ്റ് അടിച്ചതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ കക്കൂസ്, പുറത്തുള്ള കക്കൂസ് ടോയ്ലറ്റും കൂടി പെയിൻ്റ് അടിച്ചു. അതിന് രാവിലത്തേക്ക് എഴുതി വെച്ചിന് ലത എൻ്റെ ഭാര്യയാണ്, ലത എൻ്റെ ഭാര്യയാണ്, ലത എൻ്റെ ഭാര്യയാണ്, ലത എൻ്റെ ഭാര്യയാണ്, ലത എൻ്റെ ഭാര്യയാണെന്ന് അവൻ്റെ പേരും കൂടി ചേർത്തിട്ട് ലത പ്ലസ് അവൻ, ലത പ്ലസ് അവൻ, എൻ്റെ ഭാര്യയെന്ന്, എൻ്റെ ഭാര്യയെന്ന്, എൻ്റെ ഭാര്യയെന്നാണ്. പിന്നൊന്നും പറയണ്ട, ഭയങ്കര ബഹളാണ് ഇവിടെ. ഒരു 10ാം ക്ലാസ് പഠിക്കുന്നതിൻ്റെ ഉള്ളിൽ അനുഭവിച്ച പീഡനം അതിന്നും തുടരുമെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇന്നലെ ഒരാൾ ചോദിച്ചു എങ്ങനെ കെട്ടുകെട്ടിയാവാൻ പറ്റുന്നെന്ന്. ആ കെട്ടിയൊന്നും അല്ല ഞാൻ അതിശക്തമായ കെട്ടിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. ജീവിച്ച് കാണിച്ചു കൊടുക്കണമെന്ന് വെച്ച് ജീവിക്കുന്നതാണ്. എന്നിട്ട് അമ്മേൻ്റെ ഒരു കാർന്നൂറ്, അയാളൊരു സഖാവാണ്, എല്ലാവരെയും നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി. ഇവന് നല്ലോണം കൊടുത്തു, തല മുതൽ കാല് വരെ കിട്ടി, അടിച്ച് പാപ്പർ സൂട്ടാക്കി. അത് കഴിഞ്ഞിട്ട് എന്താക്കി, ഇവിടെ വീട്ടിന് പെയിൻ്റ് അടിച്ചൊരു ബക്കറ്റും ബ്രഷും ഒക്കെ പിറകിലുണ്ടായിരുന്നു. എൻ്റെ കക്കൂസിന് പെയിൻ്റ് അടിപ്പിച്ചു അവനെ കൊണ്ട്. എൻ്റെ വീട്ടിലെ കക്കൂസിന് അവശകാമകനെ കണ്ട് പെയിൻ്റ് അടിപ്പിച്ചു, മൊത്തം പെയിൻ്റ് അടിപ്പിച്ചു. കുരുമുളക് കൊണ്ടാണ് എഴുതിയത്. കുരുമുളകിൻ്റെ ഇലയും ഉണ്ട്, അവിടെ ഉണ്ട് കുരുമുളകിൻ്റെ ഇല, നടന്നു വന്ന വഴി എല്ലാം ഉണ്ട്. അപ്പം എല്ലാവർക്കും ഏകദേശം മനസ്സിലായി ആരാന്ന്. നിറച്ചു ഉള്ളിലും പുറത്തും എല്ലാം എഴുതി വെച്ചിന്. ആ തെമ്മാടീൻ്റെ കഴിവ് നിങ്ങളൊന്ന് ആലോചിക്കണം. അവൻ്റെ ഒപ്പരം 2-3 ആൾക്കാരുണ്ടായത് അവൻ അടിക്കുമ്പം പറഞ്ഞു, ഈ പരിസരത്തുള്ളവർ വേറൊരു പെണ്ണിനാ, ചോദിക്കാനും പറയാനോ ആളില്ലാത്തൊരു പെണ്ണിനാ ഭാര്യ എന്ന് എഴുതി വെക്കാനും അതിന് കൂട്ടു നിൽക്കാൻ കുറേ തെമ്മാടികളും ഈ നാട്ടിലെ കുറച്ച് ഏമ്മമാരെ കൾച്ചർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കോ. അവരെ വീട്ടിൽ അവരെ പെങ്ങൾക്കോ അവരെ മക്കൾക്കോ വന്നിട്ടുണ്ടെങ്കിൽ അവർ സഹിക്കുമോ? ഇപ്പല്ലേ ഇവർക്കെല്ലാം കുട്ടികളുണ്ട്, അവർക്കാണെങ്കിൽ അവർ സഹിക്കുമോ? ഈ അവശകാമുകനെ കൊണ്ട് ആ അമ്മേൻ്റെ കാർന്നൂറ് ലൈഫിൽ ചെയ്തൊരു ഉപകാരം നമുക്കൊരു നല്ല മെമ്മറിയാണ്. അതായത് എൻ്റെ വീട്ടിലെ കക്കൂസിനെ കാമുകനെ കൊണ്ട് പെയിൻ്റ് അടിപ്പിക്കുക, അതൊരു അടി നല്ലോണം കിട്ടി. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയ വീട്ടിലേക്ക് വന്നു. ഞാനും ഇവനും പ്രേമാന്ന് അവിടെ ലെറ്റർ കൊണ്ട് കൊടുത്തു. അതുകൂടാണ്ട് ഈ കല്യാണം കഴിക്കുന്ന ആളോട് പിന്നെ എൻ്റെ അമ്മമ്മ മോശമാണ്, ഞാൻ മോശമാണ്, മൊത്തത്തിൽ പെണ്ണുങ്ങൾക്ക് അവിഹിതങ്ങളാണ്, പിന്നെ ഒരു വേശ്യ കുടുംബമാണ്, പെണ്ണുങ്ങളെല്ലാം പാരമ്പര്യമായിട്ട് വേശ്യകളാണ്, അതുകൊണ്ട് ആ വീട്ടിൽ നീ പോയി പെടണ്ട, ഇവളും പിഴയാണ്, നീ കഴിക്കാൻ പോകുന്നതും പിഴയാണ് എന്ന് ഞാനെങ്ങനെ അറിയുന്നതെന്നറിയോ? കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവൻ കൊടുത്ത 8 ലെറ്റർ കല്യാണം കഴിഞ്ഞതിന് ശേഷം അയാൾ ഇതാരാള്, ഇതെൻ്റെ വീട്ടിൽ കൊണ്ടു തന്നെയെന്ന് പറഞ്ഞിട്ട് എന്നെ കാണിച്ചു. ഞാൻ മുഴുവൻ വായിച്ചു.
വൃത്തികേട് എന്ന് പറഞ്ഞാൽ ഒരാളോട് പറയാൻ പറ്റാത്ത, യൂട്യൂബ് എടുക്കാത്ത, ഇതിൽ പറയാൻ പറ്റാത്ത വൃത്തികെട്ട വാക്കുകളായിരുന്നു മൊത്തം. പറയാൻ പറ്റൂല. അത്രയും അറപ്പുളവാക്കുന്ന വാക്കുകളിൽ ഇത്ര വലിയ ബണ്ടിൽ. അപ്പം പാരമ്പര്യമായിട്ട് അമ്മേൻ്റെ അമ്മ, അവരമ്മ, കുറേ ഇവിടെ ഇല്ല ലേഡീസിന് മൊത്തം മറ്റേ പണി. ഞാനും അത് പണ്ടേ തുടങ്ങിയതാണ്. അപ്പം ഞാൻ ഇയാളോട് ചോദിച്ചു, ഇത്രയും വലിയൊരു ലെറ്റർ, പിന്നെ അതിലെഴുതിയത് ഇവനാന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിൽ എഴുതിയത് ഇതായിരുന്നു, പിന്നെ ഭാര്യയും 2 മക്കളും ഉള്ള ഒരാളുമായി പ്രണയത്തിലായ ആളെയാണ് താങ്കൾ കെട്ടാൻ പോകുന്നതെന്ന്. അതിൽ കൊടുത്തവൻ തന്നെ അവനെ ചിത്രീകരിച്ചു. അങ്ങനെ അതൊക്കെ അയാളുടെ കയ്യിൽ എവിഡൻസ് ആയിട്ട് ഉണ്ട്. അതിന് ശേഷം വീണ്ടും അവിടെ 2 വട്ടം വന്നിട്ടുമുണ്ട്. അത്രയും വലിയ പ്രതിനെയാണ് ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അതൊന്നും ഈ നാട്ടിൽ ഇന്നലെ കയറി വന്ന കുറേ പെണ്ണുങ്ങൾക്കും വാഹനം തടയാൻ വരുന്നവർക്കും എന്നെ വൃത്തികേട് പറയുന്നവർക്കൊന്നും അറിയില്ല. ഈ നാട്ടിൽ കുറേ വന്ന പെണ്ണുങ്ങളുണ്ട്, കല്യാണം കഴിച്ചുകൊണ്ടുവന്ന പെണ്ണുങ്ങൾ ഇവിടെ ഭരിക്കുന്ന, തെക്കേ മണക്കാട് ഭരിക്കുന്ന കുറച്ച് ലേഡീസ് ഉണ്ട്. എല്ലാവരും അല്ല, കുറച്ചെണ്ണുണ്ട്. അവരൊന്നും ഈ കഥയൊന്നും അറിയാത്തവരാണ്. അവരറിഞ്ഞാലും ഇല്ലെങ്കിലും എനിക്കൊരു എമ്മുമില്ല. അത് വേറെ, ഇതൊന്നും എൻ്റെ വിഷയമൊന്നുമല്ല. അപ്പം അയാളോട് ഞാൻ ചോദിക്കുന്നു, ഇത്രയും വൃത്തികെട്ട രീതിയിലൊരു ലെറ്റർ കിട്ടിയിട്ട് താങ്കൾ പിന്നെന്തിനാ വന്ന് എന്നെ കല്യാണം കഴിച്ചതെന്ന്? അത്രക്കൊക്കെ ബുദ്ധിയുണ്ട്, പ്രേമിക്കാൻ മാത്രമല്ല. അപ്പം എന്നോട് പറഞ്ഞു, ഒരു 10ാം ക്ലാസ് പഠിച്ച് റിസൾട്ട് വരെ വരാത്ത ഒരാൾ എങ്ങനെ മോശമാവാനാണെന്ന് ചോദിച്ചു. നോട്ട് ദി പോയിന്റ്. ചാരായം കുടിച്ചാലും കൂടുതൽ ആളെ കൊണ്ട് കയറി പിടിപ്പിച്ചാലും നേഴ്സുമാരെ കൂട്ടിക്കൊടുപ്പിന് കൊണ്ടുവന്നാലും 25 വയസ്സായവന് പുത്തിയുണ്ട്, അതിന് കുറച്ച് പുത്തി ഓടിയിട്ടുണ്ട്. എന്നോട് ചോദിച്ചതാ 10ാം ക്ലാസ്. ബാക്കിയുള്ള ലേഡീസിനെ കുറിച്ച് പറഞ്ഞത് എന്തോ ആവട്ടെ. ഒരു സ്കൂളിൽ പോകുന്ന ഒരു കുട്ടി അങ്ങനെ അയാൾ പറഞ്ഞ പോലെ ആവുകയാണ്. ക്ലോസ്ഡ്. ആ ചാപ്റ്റർ അവിടെ ക്ലോസ്ഡ്. പക്ഷെ അതിന് ശേഷം എന്തുണ്ടെന്നറിയോ? സംശയരോഗം ഉണ്ടായിരുന്നു. ഫ്യൂ മൊമെൻറ്റ്സ്, കുറച്ച് വിരലുണ്ടാവുന്ന ദിവസങ്ങളേ ഉള്ളൂവെങ്കിലും സംശയരോഗം ഉണ്ടായിരുന്നു. ഞാൻ മുന്നത്തേൽ പറഞ്ഞിട്ടുണ്ട്, കുട്ടിക്ക് പാൽ കൊടുത്തുകൂടാ, സാരി കൊടുത്തുകൂടാ, ബ്ലൗസിൻ്റെ കഴുത്ത് ഇറക്കി അടിച്ചുകൂടാ, ബ്ലൗസിൻ്റെ കൈ ഇത്ര വേണം. അങ്ങനെ പിന്നെ കുറേ പ്രാവശ്യം ഫുൾ മറയുന്ന ഡ്രസ്സ് ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ കല്യാണം കഴിഞ്ഞ കപ്പിൾ ഫോട്ടോ എടുക്കുമല്ലോ, അപ്പം അത് പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം പ്രഗ്നൻ്റ് ആയ സമയത്ത് പയ്യന്നൂർ സംഘം സ്റ്റുഡിയോ ഉണ്ട്, ഇപ്പോൾ ഇല്ല. അവിടെ പോയൊരു ഫോട്ടോ എടുത്തു. ഗർഭിണിയായപ്പോൾ പിന്നെ അവൻ്റെ പെങ്ങൾ അവനോട് ചോദിച്ചു, ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടീനെയാണ് കല്യാണം കഴിച്ചതെന്ന് നിനക്കറിയാലോ, ആ കുട്ടിക്ക് വിവരമൊന്നും കാണൂല, നിനക്ക് കുറച്ച് വിവരമില്ലേടാ എന്ന് പെങ്ങൾ അയാളോട് ചോദിക്കുന്നു. അവരെന്നെ കാണുന്നില്ല. ആ പെങ്ങൾക്ക് എൻ്റെ പ്രായത്തിലൊരു മോളുണ്ട്. അപ്പം ഞങ്ങളൊരു എനിക്കതിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പേരൊക്കെ ഇങ്ങനെ നമ്മൾ വടിയെടുത്ത് അടിച്ചിടുവാണ്. കിട്ടി. അപ്പോൾ ആ കുട്ടി എൻ്റെ പ്രായമില്ല കുട്ടിയാണ്. അവൾ എന്നോട് പറഞ്ഞു, നമുക്ക് ഉപ്പ് മുളകും മിക്സ് ചെയ്യാലോ വാന്ന് പറഞ്ഞ് നമ്മൾ അടുക്കളയിലേക്ക് പോകുന്നു. അപ്പം ഞാനിവിടെ നിൽക്കുന്നുണ്ട്, അവൾ പോയി എടുത്തിട്ട് വന്നു. അപ്പം ഞാൻ കേൾക്കുന്നത് ഇതാണ്. അപ്പം അവൻ പെങ്ങളോട് പറയുന്നു, ഈ പെങ്ങളും ആങ്ങളെയും തമ്മിലൊരു 12 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ പറയുവാണ്, പിന്നെ ഗർഭിണി ആയിക്കഴിഞ്ഞാൽ കുട്ടിയില്ല ആരും നോക്കൂലല്ലോ, അതിന് ചെയ്ത പണിയാണ്. ഞാൻ കേട്ടു. അവൻ്റെ ക്രൂരത എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ ആലോചിച്ചു. അതിനൊക്കെ അങ്ങനെ എന്നെ വിൽക്കാനും എൻ്റെ വീട്ടുകാർ അങ്ങനെ ഒരു തെമ്മാടി പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ 2 ഭാഗവും ചിന്തിച്ചിട്ടാണ് ഒരാളോ നേരെ ഒരു ക്രൂരത ചെയ്യേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ബന്ധുക്കളായവരും എന്നെ ദ്രോഹിച്ചവരൊക്കെ എൻ്റെ ഔദാര്യത്തിൽ ജീവിക്കുന്നവരാണ്. ഇപ്പോഴും കേസ് കൊടുത്ത് അത് കേസ് തന്നെയാണ്. പിന്നെ അവർ നശിക്കണം എന്നല്ലാതെ പിന്നെ ഞാൻ എന്ത് പ്രാർത്ഥിക്കണം?
അതിന് കാരണക്കാരായ ആളും കുടുംബവും അവരെ മക്കളും ഒക്കെ നശിക്കണം, വിധവയാവണം, അല്ലെങ്കിൽ ഒരു മേൽഗതിയില്ലാതെ നശിക്കണം. ദ്രോഹിച്ചവരൊക്കെ മക്കളൊക്കെ നശിക്കണം. എനിക്കത്രയല്ലേ പറയാൻ പറ്റൂ. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല, ഞാൻ സത്യത്തിൽ വിശ്വസിക്കുന്നു. സത്യത്തിൻ്റെ മേലെ അവർ നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്നു. ശരിക്കും ഉപദ്രവിച്ചവരെ താഴെയുള്ളവർ നശിച്ചിട്ട് എന്നെ ഉപദ്രവിച്ചവരത് കാണാൻ തന്നെ ആഗ്രഹിക്കുന്നു. കായികമായിട്ടോ സാമ്പത്തികമായിട്ടോ രാഷ്ട്രീയമായിട്ടോ ഒന്നും ഞാൻ ആരെയും നേരിടാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കതിനുള്ള കഴിവുമില്ല. ഞാൻ ജോലി ചെയ്യുന്നു, ഞാൻ ജീവിക്കുന്നു. ഇത്രയും സംഭവം നടന്ന് 2 മക്കളുണ്ടായിട്ടും ദ്രോഹിച്ചവരാരും തിരിഞ്ഞു നോക്കുമോ? എൻ്റെ മക്കൾക്കൊരു പെൻസിലോ ബിസ്ക്കറ്റോ ഒരു ഉടുപ്പോ വാങ്ങിക്കൊടുത്ത ബന്ധമില്ല. ഇവരൊക്കെ പിന്നെ ഞാൻ അങ്ങനെ നീണാൾ വാഴാൻ അനുഗ്രഹിക്കണോ? അവർ പറ്റിയ തെറ്റ് അവരായിട്ട് തിരുത്തുമല്ലേ വേണ്ടത്? എന്തെങ്കിലുമൊക്കെ ചെയ്തു തന്നിട്ട് ഇനി അവരൊക്കെ നന്നായിട്ട് ജീവിക്കാൻ ഞാൻ പ്രാർത്ഥിക്കണോ? ഞാൻ ഒരിക്കലെടുക്കണോ? ഞാൻ അമ്പലത്തിൽ പോകണോ? ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ പറ. ഇന്നലെ ആരോ പറയുന്നിട്ട് ഇങ്ങനെ ക്രൂരമായിട്ട് ചിന്തിക്കാൻ പറ്റുന്നെന്ന്. ഇതിലും ക്രൂരമായിട്ടാണ് ചിന്തിക്കുന്നത്. പറ്റുന്നില്ല അതത്രയും വീഡിയോയിൽ പറയാൻ. ഇതിലും അതിക്രൂരമായിട്ടാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇങ്ങനെ പുഴുത്തൊലിച്ച് കാണാൻ, പൊട്ടിയൊലിച്ച് കാണാൻ. ഒരാൾ മരിക്കരുത്. നശിച്ച് കാണണം. മക്കളും എല്ലാം നശിച്ച് കാണാനാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഈ കാരണക്കാരായവരും പരിഹസിച്ചവരും വൃത്തികേട് പറഞ്ഞവരും ഈ 12 വയസ്സിൽ അവിഹിതമുണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റൊരുത്തിന് വിറ്റവരും വിൽക്കാൻ കൂട്ടുനിന്നവരും കല്യാണം കൊണ്ടുവരാൻ കൂട്ടുനിന്നവരും അതിൻ്റെ ഉള്ളിലും വേറെ ഈ എന്നെ കല്യാണം കഴിപ്പിക്കാനൊക്കെ വേറെ പല പല കാരണങ്ങളുണ്ട്. ഇതൊന്നും ഒരു വീഡിയോയിൽ പറഞ്ഞാൽ ശരിയാവില്ല. അത്രമാത്രം അനുഭവിച്ചിട്ട് ഇവിടെ എത്തിയതാണ്. ഇനിയിപ്പം ആരെങ്കിലും വീട്ടിൽ 10 പവനോ 10 കോടി രൂപയോ ഒരു 2 കോടി പവനോ, ഇനി ഈ അവശകാമുകൻ സ്വർണ്ണ പ്രതിമയിൽ ജീവിക്കുന്നവനോ ഒന്നും ആയാൽ എനിക്ക് പട്ടിക്കാട്ടത്തിൻ്റെ വിലയില്ല. എൻ്റെ കക്കൂസിന് പെയിൻ്റ് അടിച്ച് അവശകാമുകൻ്റെ വീട്ടിൽ അവൻ്റെ തന്തേൻ്റെയോ അവൻ്റെ തള്ളേൻ്റെയോ അല്ലെ അവൻ ഏതെങ്കിലും പെണ്ണുങ്ങളെ പറ്റിച്ചതോ ചിട്ടി വിളിച്ചതോ ഇവൻ്റെ ഏതെങ്കിലും കെയർ ഓഫിൽ ഇവൻ്റെ വീട്ടിൽ ഒരു 200 കോടി പവനോ ഒരു 2 കോടി രൂപയോ ഇനി ഇവൻ തന്നെ തങ്ക വിഗ്രഹമായാലും എനിക്ക് പട്ടിക്കാട്ടത്തിന് തുല്യമാണ്. കാരണം അവൻ്റെ എല്ലാം അധപ്പതനും അവൻ്റെ എല്ലാം നാശവും അവനെല്ലാം പോയി തളർന്ന് അങ്ങനെ ചന്തിയിട്ട് വലിക്കുന്നത് കാണാൻ മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അവൻ്റെ വീട്ടിൽ ഇനി എത്ര കോടി ലക്ഷങ്ങളുണ്ടെങ്കിൽ അതെനിക്ക് ഒരെമ്മല്ല. എനിക്കതൊന്നും എൻ്റെ വിഷയമല്ല. എനിക്ക് അന്നുമല്ല ഇന്നുമല്ല. അവൻ്റെ അതൊന്നും പറ്റിയിട്ടുമില്ല. എന്നാലല്ലേ നമ്മൾ പേടിക്കണ്ടു. അവൻ പറഞ്ഞില്ല ആരോടോ അല്ല, നാട് മുഴുവൻ പറഞ്ഞു അവനൊരു 8 ലക്ഷം രൂപ കൊണ്ടുത്തന്നു. ഇപ്പോൾ ഒരാൾ എപ്പോഴും കൊടുത്തു? രാത്രി 9:30. എന്ത് എവിഡൻസ്? ഒന്നുമില്ല. ഫോൺ വിളി ഉണ്ടോ? ഇല്ല. മെസ്സേജ് ഉണ്ടോ? ഇല്ല. ചെക്ക് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. എപ്പോഴും കൊടുത്തു? രാത്രി 9:30. എവിടെ വെച്ച് കൊടുത്തു? ഗേറ്റിൽ. അന്ന് അവിടെ തന്നെ പോയി മേടിച്ചു. ശരിയല്ലേ? വാങ്ങാൻ വരട്ടെ അല്ലേ? കൊണ്ട് കൊടുത്താൽ അത് വാങ്ങാനില്ല കഴിവും കൂടി വേണ്ട. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാവോ? ഞാൻ കൊടുക്കില്ല. തിരിച്ചു വാങ്ങാനുള്ള ആ ആർജവുണ്ടെങ്കിലേ ഞാൻ കൊടുക്കൂ. വ്യക്തമായ എവിഡൻസും വേണം. അല്ല വല്ല പെണ്ണുങ്ങളെ കണ്ടിട്ട് ഡാഷ് മൂത്ത് ചെയ്തതാണെങ്കിലേ മറ്റേ ആൾ പറഞ്ഞ പോലെ 9:30 അവിടെ പോയി വാങ്ങട്ടെ ഗേറ്റിന്.
ആ ഗേറ്റും ആളൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? അങ്ങനെ എൻ്റെ പിറകെ നടന്ന അന്നും ഇന്നും നടക്കുന്ന കാമുകനെ കൊണ്ട്, അവശ കാമുകനെ കൊണ്ട് എൻ്റെ കക്കൂസിൻ്റെ പെയിൻ്റ് എടുപ്പിച്ച കഥയാണ് ഇന്ന് പറഞ്ഞത്. നിങ്ങൾക്കൊക്കെ ഇങ്ങനെ അവശ കാമുകന്മാരും നിങ്ങളെല്ലാം നാട്ടിൽ ഇങ്ങനെ വായി നോക്കുന്നവരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ, കമൻ്റ് ചെയ്യണേ. ജീവിതം കുട്ടിച്ചോറാക്കിയിട്ട് അവൻ ഇന്നും പണവും സ്വർണവും കാണിച്ച് ഓഫർ ചെയ്യുന്നുണ്ട്. എന്നോട് നേരിട്ടല്ല. ശ്രദ്ധിക്കുക എല്ലാവരും, ഒന്നിലും വീഴരുത്.